കേരള സർക്കാരിൻ്റെ കീഴിൽ വനം വകുപ്പിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല. സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന യോഗ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറയുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസും നോക്കാം. കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഫോറസ്റ്റ് വാച്ചറിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 206/2024 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വനം വകുപ്പിലേക്കാണ് ഫോറസ്റ്റ് വാച്ചർ പോസ്റ്റിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചത്. 23,000 മുതൽ ഏകദേശം 50,200 വരെ ശമ്പളം ലഭിക്കും. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കോഴിക്കോട് ഒരു ഒഴിവാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. നിയമന രീതി വനത്തെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന പുരുഷന്മാരായ പട്ടിക ആദിവാസികളിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുരുഷന്മാരായിരിക്കണം. പട്ടിക വർഗത്തിലുള്ള ആദിവാസികൾക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക. പട്ടിക ജാതിയിലുള്ള ആദിവാസികളിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായപരിധി 18-നും 50-നും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1974-നും 1/1/2006-നും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവരാണ് അപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ വനാതിർത്തിയിലോ അല്ലെങ്കിൽ വനത്തിലോ ഉള്ള ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ താമസിക്കുന്ന ആരോഗ്യവാന്മാരും അതുപോലെ തന്നെ സാക്ഷരരുമായ പുരുഷന്മാരിൽ നിന്നാണ് അപേക്ഷ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള വനത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരായിരിക്കണം. അതുകൂടാതെ ഫിസിക്കലി നല്ല ഗുഡായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാക്ഷരരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എഴുതാനും വായിക്കാനും അത്യാവശ്യമുള്ള അറിവുണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് മാതൃക. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന കാറ്റഗറി നമ്പർ അതൊക്കെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ഈ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. തസ്തികയുടെ പേര്, ഫോറസ്റ്റ് വാച്ചർ, ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ അപേക്ഷകൻ്റെ പേര്, ഫോൺ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ കുറച്ച് രേഖകൾ ഇതിൻ്റെ കൂടെ അയക്കാൻ പറയുന്നുണ്ട്. ആ രേഖകൾ നിർബന്ധമായിട്ടും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജനന തീയതി, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെയൊക്കെ കോപ്പിയാണ് നിങ്ങൾ അയക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവിടെ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കോപ്പി എടുത്ത് അയക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടത്. അവസാന തീയതി 14/8/2024 ബുധനാഴ്ച വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്.